ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ ഹിന്ദിയാണ്. ഏക് ദോ തീൻ. അപ്പോൾ ചിത്രയ്ക്ക് നീച്ച് ഉചിത് വാക്യ ജോഡെ. കണ്ടോ, ഇവിടെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനുള്ള ശരിയായ സെൻറ്റൻസ് ഏതാണ് അതാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ എന്താ കണ്ടോ, ഇവിടെ ഒരു കുളക്കോഴി, ഒരു താലാബ്, ഒരു പോണ്ടിൻ്റെ അടുത്ത്, ഒരു കുളത്തിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏത് എഴുതാം? ആദ്യത്തെ ഉത്തരം വരുന്നത് ഈ സെൻറ്റൻസ് ആണ് കേട്ടോ. താലാബ് കി നീച്ചെ ഏക് ജൽമുർഗി ഹെ. ഇതാണ് ആദ്യത്തെ ഉത്തരം വരുന്നത്. ആ ഒരു ഭാഗം നിങ്ങൾ ഇവിടേക്ക് എടുത്തെഴുതുക. താലാബ് കെ കിനാരെ ഏക് ജൽമുർഗി ഹെ, അതാണ് ഒന്ന് വരുന്നത്. രണ്ടാമത്തെ എന്താ, ഒരു പൂച്ച ഈ വീടിൻ്റെ ഫ്രണ്ടിലിരിക്കുന്നുണ്ട് അല്ലേ, അത് ഏതാ വരുന്നത്? ഇതാണ് രണ്ടാമത്തെ ഉത്തരം വരുന്നത്. അതെടുത്ത് എഴുതുക. ഗർ കെ സാമനെ ഏക് ബിലൗട്ടാ ഹെ, അതെടുത്ത് എഴുതുക കേട്ടോ, ഇവിടെ എഴുതുക. മൂന്നാമത്തത് എന്താണ്? ഒരു കുട്ടി ഒരു മരത്തിൻ്റെ താഴെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഏതാണ് ഉത്തരം വരുന്നത്? അവസാനത്തെ ഇവിടെ ഇത് എഴുതുക. 3 പേടിക്കെ നീച്ചെ ഏക് ലടുക്കാ ഹെ. അപ്പോൾ ഇതാണ് മൂന്നാമത്തത് വരേണ്ടത്. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ 1, 2, 3 ഇവിടേക്ക് എടുത്തെഴുതുക. ഇനി സഹി വാക്യ ചുനെ ഡയറിയിലേക്ക്. അപ്പോൾ ഇവിടെ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് തിരഞ്ഞെടുത്തിട്ട് നിങ്ങളോടൊരു ഡയറി എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്പർ ഇട്ട് പോവാം. അത് നിങ്ങൾ കറക്റ്റായിട്ട് ആ നമ്പറിനനുസരിച്ച് നോട്ടിലേക്ക് എഴുതുക കേട്ടോ. ഇതാണ് ആജ് ജൽമുർഗി കെ ചൂഞ്ചെ മേരെ ഘർ മേ ഗുസ് ആയേ. ഇന്ന് കുറച്ച് കുളക്കോഴി കുഞ്ഞുങ്ങൾ എൻ്റെ വീട്ടിലേക്ക് കയറി വന്നു. പിന്നെന്താണ് രണ്ടാമത്തെ ഏതാ വരുന്നത്? രണ്ടാമത്തത് ഇതാണ്. ബിലൗട്ടെ കെ ഡർ സെ ഡർക്കർ ചൂഞ്ചെ ഘർ മേ ഗുസ് ആയേ. ഇതാണ് രണ്ടാമത്തെ ലൈൻ എഴുതേണ്ടത്. മൂന്നാമത്തെ ലൈൻ എന്താണ്? ജൽമുർഗിയ ഷോർ മച്ചാ രഹി തി. ശബ്ദമുണ്ടാക്കിയിരുന്നു, അതാണ് മൂന്നാമത്തെ വരേണ്ടത്. നാലാമത്തത് എന്താണ്? നാലാമത്തത് मैंने चूंचों को पकड़कर ജൽമുർഗിയോ കോ ദേ ദിയ. അല്ലേ, ഞാൻ അതിൻ്റെ കുട്ടികളെ പിടിച്ചിട്ട് ആ കുളക്കോഴികൾക്ക് കൊണ്ടുകൊടുത്തു. ഇനി അഞ്ചാമത്തെ ലൈൻ ഏതാണ്? ജൽമുർഗിയ നദി കെ തരഫ് ദോഡ് ഗയി. ആ കുളക്കോഴികൾ വേഗം ആ നദിയുടെ അടുത്തേക്ക് ഓടിപ്പോയി. അവസാനത്തെ ലൈൻ എന്താണ്? ജൽമുർഗിയോ കോബി ഗിനത്തി ആത്തി ഹെ. കുളക്കോഴികൾക്കും എണ്ണാൻ അറിയാം. അപ്പോൾ ഈ ഒരു ഓർഡറിൽ നിങ്ങളത് ഈ ലൈൻസ് നോട്ടിലേക്ക് എഴുതി വയ്ക്കുക കേട്ടോ. ഇനി അടുത്ത എന്താണ്? ചിത്ര കഹാനിക്ക് പൂർത്തി കരേ. എന്താണ്? ഇവിടെ ഒരു ആൺകുട്ടി നിൽക്കുന്നുണ്ട്. മേരെ ഘർ മേ ഏക് ബില്ലി ഹെ. ആദ്യത്തെ പിക്ചറിൽ എന്താ കാണിക്കുന്നത്? എന്താ പറയുന്നത്? എൻ്റെ വീട്ടിൽ ആരാ ഉള്ളത്? ഒരു ബില്ലി, ഒരു പൂച്ച ഉണ്ട് എന്നാണ് പറയുന്നത്. ഉസ്കാനാം എന്താണ്? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെക്കാം. ഉസ്കാനാം എന്ന് അവിടെ കൊടുക്കുന്നത്. ഉസ്കാനാം മോത്തി ഹേ എന്നാണ്. മോത്തി ഹേ. ഓക്കെ, മോത്തി എന്നാണ് അതിൻ്റെ പേര്. പിന്നെന്താണ്? അത് കളിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? മോത്തി മേരെ സാത്ത് കേൽത്തി ഹേ എന്ന് എഴുതാം. പിന്നെന്താണ്? എൻ്റെ ബെഡിൻ്റെ താഴെയാണ് കിടന്നുറങ്ങുന്നത്. അപ്പോൾ എന്ത് എഴുതാം? മോത്തി മേരെ പലങ് കെ നീച്ചെ സോത്തി ഹേ എന്ന് എഴുതാം. അതിൻ്റെ താഴെയാണ് കിടന്നുറങ്ങുന്നത് എന്ന് എഴുതാം. പിന്നെന്താണ്? ഈ കുട്ടി എന്താ ചെയ്യുന്നത്? ഈ കുട്ടി കുളിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അത് അവിടെ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ എന്ത് എഴുതാം? മേ നദി മേ നഹാത്തെ വക്ത് വോ കിനാരെ മേ ബൈഠ്തി ഹേ എന്ന് എഴുതാം. ലാസ്റ്റ് എന്താണ്? ഹം സാത്ത് സാത്ത് ബൈഠ് കർ ഖാന കാത്തേ ഹേ എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു അടുത്ത് നമുക്ക് എന്ത് കൊടുക്കാം? മേ സ്കൂൾ ജാത്തേ ദേക്കർ വഹ് ഘർ കെ ബാഹർ ബൈഠ്തി ഹേ. ഞാൻ സ്കൂളിലേക്ക് പോകുന്നത് നോക്കിയിട്ട് അതിൻ്റെ വീടിൻ്റെ പുറത്ത് ഇരിക്കാറുണ്ട്, അത് കൊടുക്കാം. അടുത്തത് എന്താണ്? രണ്ട് കണ്ടം പൂച്ചകൾ വന്നിട്ട് ഈ മോത്തിയോട് തല്ലൂടാറുണ്ട് അല്ലേ, അതാണ് കാണിക്കുന്നത്. അപ്പോൾ എന്ത് എഴുതാം? ദോ ബിലാവ് മോത്തി സെ ജഗഡ കർത്തേ ഹേ എന്ന് എഴുതാം. ദോ ബിലാവ് മോത്തി സെ ജഗഡ കർത്തേ ഹേ എന്ന് എഴുതാം. ഇനി അടുത്തത് എന്താണ്? അവൻ തിരയുന്നതാണ് കാണിക്കുന്നത് അല്ലേ, ആ പൂച്ചക്കുട്ടിയെ തിരയുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത്? മേനെ മോത്തി കോ സബി ജഗ ദേക്കി. ഞാൻ എല്ലായിടത്തും മോത്തിയെ തിരഞ്ഞു. നെക്സ്റ്റ് എന്താണ്? നദിയുടെ കിനാരെ പോയി നിൽക്കുന്നുണ്ട്, നദിയുടെ തീരത്ത് പോയി നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തെഴുതാം? മേ നദിക്ക് കിനാരെ ഗയ. ഞാൻ നദിയുടെ തീരത്തേക്ക് പോയി. പിന്നെന്താണ്? ലാസ്റ്റ് വരുന്ന എന്താണ്? തബ് മേനെ മോത്തിക്കോ ബിലാവോ കെ ബീച്ച് തേക്ക. അവിടെ പോയപ്പോഴാണ് ഞാൻ ആ കണ്ടം പൂച്ചകളുടെ ഇടയിൽ നമ്മുടെ മോത്തിയെ കണ്ടത്. മേനെ മോത്തിക്കോ ഉൻസെ ബച്ചായ. അല്ലേ, ഞാൻ ആ മോത്തിയെ പെട്ടെന്ന് അവരുടെ ഇടയിൽ നിന്ന് രക്ഷിച്ചെടുത്തു എന്ന് പറയാം.
ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ചിത്രകഥ പൂർത്തിയാക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് വരുന്നത്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക്